വാഹനങ്ങളിലെ എയർഫോണുകൾ കണ്ടെത്താൻ സംസ്ഥാനത്ത് സ്പെഷ്യൽ ഡ്രൈവുമായി മോട്ടോർ വാഹന വകുപ്പ്. ബസ്സുകളിലെ എയർഫോൺ ഉപയോഗത്തിൽ പരിശോധന തുടങ്ങി. പിടിച്ചെടുത്ത എയർഫോണുകൾ റോഡ് റോളർ കയറ്റി നശിപ്പിക്കാനും നിർദ്ദേശമുണ്ട്. തിങ്കളാഴ്ച മുതൽ 19 വരെയാണ് പ്രത്യേക പരിശോധന. കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിനിടെ അമിത വേഗത്തിൽ ബസ് ഓണടിച്ചതിന് പിന്നാലെയാണ് ഈ തീരുമാനം. RB സനൂപ് വിവരങ്ങളുമായി ചേരുന്നു. സനൂപ്, എന്താണ് ഈ ഉത്തരവിൽ പറയുന്നത്? അജിംസ്, കഴിഞ്ഞ ശനിയാഴ്ചയാണ് KSRTCയുടെ നവീകരിച്ച കോതമംഗലത്തെ ഡിപ്പോ ഉദ്ഘാടനം ചെയ്യാൻ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അവിടെ എത്തുന്നത്. ആ സമയത്താണ് അമിത വേഗതയിൽ എയർഹോൺ മുഴക്കിക്കൊണ്ട് സ്വകാര്യ ബസ് അവിടേക്ക് എത്തുകയും അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തത്. ആ ബസ്സിനെതിരെ നടപടിയെടുക്കണമെന്ന് ഗതാഗത മന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. അതുപ്രകാരം ഡ്രൈവറെ നല്ല നടപ്പ് പഠിപ്പിക്കാൻ വേണ്ടി എടപ്പാളിലുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കാൻ വേണ്ടി നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാന വ്യാപകമായിട്ട് സ്വകാര്യ ബസ്സുകളിൽ എയർഹോൺ ഉപയോഗമുണ്ടോ എന്നുള്ള പരിശോധന തുടങ്ങിയത്. ഇന്നലെ മുതൽ ആരംഭിച്ച പരിശോധന 19-ാം തീയതി വരെ ഉണ്ടാകും. പക്ഷേ വിചിത്രമായ ചില നിർദ്ദേശങ്ങൾ കൂടി ഈ ഉത്തരവിനോടൊപ്പം പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഈ പിടിച്ചെടുത്ത എയർഫോണുകൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പ്രദർശിപ്പിച്ച ശേഷം റോഡ് റോളർ ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കാനാണ് ഈ ഉത്തരവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പക്ഷേ പിടിച്ചെടുത്ത സാധനങ്ങൾ നശിപ്പിക്കാൻ തങ്ങൾക്ക് അധികാരമില്ലെന്നാണ് ഉദ്യോഗസ്ഥർ ഇതിന് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാണ്. എന്തായാലും മന്ത്രിയുടെ നിർദ്ദേശം പാലിക്കാൻ വേണ്ടിയാണ് ഉന്നത ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുള്ളത്. പക്ഷേ മന്ത്രിയുടെ ബന്ധുവിന്റെ സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്.